ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സാരിയൊക്കെ ഉടുത്ത് ടൂ വീലറിൽ എങ്ങോട്ടാണെന്നല്ലേ നേരെ ഞാൻ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഞങ്ങൾ തമ്മിലൊന്ന് കാണുന്നത്. ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ തിരക്കും അവൾ അവളുടേതായ തിരക്കൊക്കെ ആയിട്ട് കുറേ ബിസി ആയിപ്പോയി. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ നേരെ ഞങ്ങൾ തങ്കശ്ശേരിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ തങ്കശ്ശേരിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളൊരു പ്ലാൻ ചെയ്തത്, നമുക്ക് ലൈറ്റ് ഹൗസിലൊന്ന് കയറാമെന്ന്. ഇതുവരെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലൈറ്റ് ഹൗസിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന്. എന്തായാലും ലൈറ്റ് ഹൗസിലേക്ക് നേരെ പോകാം. ഇവിടുത്തെ സ്റ്റെയർ കേഴ്സൊക്കെ നല്ല അടിപൊളി സ്റ്റെയർ കേഴ്സാണ്, കുറേ ഉണ്ട് കയറാൻ കേട്ടോ. അങ്ങനെ എന്തായാലും ഇവിടുത്തെ തിരക്ക് എന്താണെന്നറിയോ, ഇവിടുത്തെ സ്റ്റെയർ കേഴ്സിന് കുറച്ച് കൺജസ്റ്റഡ് ആണ്. മുകളിൽ നിന്ന് താഴേക്ക് ആൾക്കാർ ഇറങ്ങി വരാനും മുകളിലേക്ക് കയറി പോകാനും ഈ ഒറ്റ സ്റ്റെയർ കേഴ്സിനകത്തൂടെ പോകണം കേട്ടോ. അപ്പോൾ നല്ല കൺജസ്റ്റഡ് ആണ്. അതിൻ്റെ കൂടെ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സാരി ഉടുത്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ വരുന്നവർ ദയവ് ചെയ്ത് സാരി ഒന്നും ഉടുത്തുകൊണ്ട് വരില്ല കേട്ടോ. ഈ സ്റ്റെയർ കയറാൻ നല്ല ടാസ്ക്കാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവിടുത്തെ എന്താ എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ അറിയാത്തതുകൊണ്ട് ഞാൻ സാരി ഉടുത്തുകൊണ്ട് നേരെ ഇങ്ങ് പോന്നു. അപ്പോൾ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് തട്ടി വീഴാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നേരെ ഇവിടേക്ക് എത്തിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇതുകൊണ്ടാണല്ലേ കൊല്ലം കണ്ടവനില്ലം വേണ്ടാന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാം. നമ്മുടെ ലൈറ്റ് ഹൗസിലെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാം. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അടിപൊളി വ്യൂ. അപ്പോൾ ഞാൻ കൊല്ലംകാരിയായി ജനിച്ച് വളർന്നിട്ട് ഇത്രയും നാൾ ഈ വ്യൂ ഒന്നും ആസ്വദിക്കാൻ പറ്റാത്തതിന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഭയങ്കര നഷ്ടമാണ് നമ്മൾ ഇതൊന്നും കാണാതിരിക്കുന്നത്. അപ്പോൾ ഏത് ജില്ലക്കാരായാലും ഇവിടെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാണ്, അടിപൊളി വ്യൂ ആണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടവും വരില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ അവിടെ എടുത്തു. ഇവിടെ ഫുൾ ചുറ്റി നടന്ന് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. കാണാനെന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ലൈറ്റ് ഹൗസിൻ്റെ ആ ഏരിയ മൊത്തവും ചുറ്റി നടന്ന് കാണാം. അതേപോലെ തിരിച്ചിറങ്ങുമ്പോഴും ഈ സ്റ്റെയർ കേഴ്സ് നല്ല കെയർഫുള്ളായിരിക്കണം. മുകളിൽ നിന്ന് എന്നെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, സാരിയൊക്കെ ഉടുത്ത് വന്നത് കൊള്ളാം, മോളെ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ മൂക്കും കുത്തി നിലത്ത് വീഴും, ശ്രദ്ധയോടെ തന്നെ ഇറങ്ങണമെന്ന്. അങ്ങനെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇറങ്ങിയത്. അതായത് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ശ്രദ്ധയോടെ തന്നെ ഇറങ്ങണം കേട്ടോ. ഈ സ്റ്റെയർ കേഴ്സ് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങണം. അവരുടെ കൈയൊക്കെ നല്ല കെയറായിട്ട് തന്നെ പിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും നല്ല പോലെ വന്ന് വീഴും, പിന്നെ നല്ല പണി കിട്ടും. അതുകൊണ്ട് നല്ല കെയറായിട്ട് തന്നെ വരണം. അങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ എന്താ പറയുക തങ്കശ്ശേരി ലൈറ്റ് ഹൗസൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നിന്നുകൊണ്ട് എടുത്തു, റീൽസ് ചെയ്യാനും ഷോർട്സ് ചെയ്യാനും ഒക്കെ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ലക്ഷ്മി റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇവിടെ വന്നപ്പോഴാണ് ഫ്രഞ്ച് ലോഡഡ്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു. കാരണം ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഫ്രഞ്ച് ലോഡഡ് ആയിരുന്നു. നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ളൊരു സാധനമാണ്. അങ്ങനെ കുറേ ഐറ്റംസ്, ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ച് വീണ്ടും ഞങ്ങൾ ഇറങ്ങി. ഇവിടുത്തെ കുറേ ബേക്കറി ഐറ്റംസും സ്നാക്സും കേക്ക്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനതൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം കഴിച്ചവർക്ക് മാത്രമേ അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഞാൻ എല്ലാ ഫുഡും ഒന്നും കഴിച്ചിട്ടില്ല. ഫ്രഞ്ച് ലോഡഡ് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ലൈമൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സാരിയൊക്കെ ഉടുത്ത് ടൂ വീലറിൽ എങ്ങോട്ടാണെന്നല്ലേ നേരെ ഞാൻ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഞങ്ങൾ തമ്മിലൊന്ന് കാണുന്നത്. ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ തിരക്കും അവൾ അവളുടേതായ തിരക്കൊക്കെ ആയിട്ട് കുറേ ബിസി ആയിപ്പോയി. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ നേരെ ഞങ്ങൾ തങ്കശ്ശേരിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ തങ്കശ്ശേരിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളൊരു പ്ലാൻ ചെയ്തത്, നമുക്ക് ലൈറ്റ് ഹൗസിലൊന്ന് കയറാമെന്ന്. ഇതുവരെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലൈറ്റ് ഹൗസിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന്. എന്തായാലും ലൈറ്റ് ഹൗസിലേക്ക് നേരെ പോകാം. ഇവിടുത്തെ സ്റ്റെയർ കേഴ്സൊക്കെ നല്ല അടിപൊളി സ്റ്റെയർ കേഴ്സാണ്, കുറേ ഉണ്ട് കയറാൻ കേട്ടോ. അങ്ങനെ എന്തായാലും ഇവിടുത്തെ തിരക്ക് എന്താണെന്നറിയോ, ഇവിടുത്തെ സ്റ്റെയർ കേഴ്സിന് കുറച്ച്
കൺജസ്റ്റഡ് ആണ്. മുകളിൽ നിന്ന് താഴേക്ക് ആൾക്കാർ ഇറങ്ങി വരാനും മുകളിലേക്ക് കയറി പോകാനും ഈ ഒറ്റ സ്റ്റെയർ കേഴ്സിനകത്തൂടെ പോകണം കേട്ടോ. അപ്പോൾ നല്ല കൺജസ്റ്റഡ് ആണ്. അതിൻ്റെ കൂടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സാരി ഉടുത്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ വരുന്നവർ ദയവ് ചെയ്ത് സാരി ഒന്നും ഉടുത്തുകൊണ്ട് വരില്ല കേട്ടോ. ഈ സ്റ്റെയർ കയറാൻ നല്ല ടാസ്ക്കാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവിടുത്തെ എന്താ എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ അറിയാത്തതുകൊണ്ട് ഞാൻ സാരി ഉടുത്തുകൊണ്ട് നേരെ ഇങ്ങ് പോന്നു. അപ്പോൾ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തട്ടി വീഴാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നേരെ ഇവിടേക്ക് എത്തിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇതുകൊണ്ടാണല്ലേ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടാന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാം. നമ്മുടെ ലൈറ്റ് ഹൗസില്ലേ, തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാം. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അടിപൊളി വ്യൂ. അപ്പോൾ ഞാൻ കൊല്ലംകാരിയായി ജനിച്ച് വളർന്നിട്ട് ഇത്രയും നാൾ ഈ വ്യൂ ഒന്നും ആസ്വദിക്കാൻ പറ്റാത്തതിന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഭയങ്കര നഷ്ടമാണ് നമ്മൾ ഇതൊന്നും കാണാതിരിക്കുന്നത്. അപ്പോൾ ഏത് ജില്ലക്കാരായാലും ഇവിടെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാണ്, അടിപൊളി വ്യൂ ആണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടവും വരില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ അവിടെ എടുത്തു. ഇവിടെ ഫുൾ ചുറ്റി നടന്ന് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. കാണാനെന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ലൈറ്റ് ഹൗസിൻ്റെ ആ ഏരിയ മൊത്തവും ചുറ്റി നടന്ന് കാണാം. അതേപോലെ തിരിച്ചിറങ്ങുമ്പോഴും ഈ സ്റ്റെയർ കേഴ്സ് നല്ല കെയർഫുള്ളായിരിക്കണം. മുകളിൽ നിന്ന് എന്നെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, സാരിയൊക്കെ ഉടുത്ത് വന്നത് കൊള്ളാം, മോളെ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ മൂക്കും കുത്തി നിലത്ത് വീഴും, ശ്രദ്ധയോടെ തന്നെ ഇറങ്ങണമെന്ന്. അങ്ങനെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇറങ്ങിയത്. അതായത് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ശ്രദ്ധയോടെ തന്നെ ഇറങ്ങണം കേട്ടോ. ഈ സ്റ്റെയർ കേഴ്സ് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങണം. അവരുടെ കൈയൊക്കെ നല്ല കെയറായിട്ട് തന്നെ പിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും നല്ല പോലെ വന്ന് വീഴും, പിന്നെ നല്ല പണി കിട്ടും. അതുകൊണ്ട് നല്ല കെയറായിട്ട് തന്നെ വരണം. അങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ എന്താ പറയുക തങ്കശ്ശേരി ലൈറ്റ് ഹൗസൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നിന്നുകൊണ്ട് എടുത്തു, റീൽസ് ചെയ്യാനും ഷോർട്സ് ചെയ്യാനും ഒക്കെ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ലക്ഷ്മി റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇവിടെ വന്നപ്പോഴാണ് ഫ്രഞ്ച് ലോഡഡ്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു. കാരണം ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഫ്രഞ്ച് ലോഡഡ് ആയിരുന്നു. നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ളൊരു സാധനമാണ്. അങ്ങനെ കുറേ ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ച് വീണ്ടും ഞങ്ങൾ ഇറങ്ങി. ഇവിടുത്തെ കുറേ ബേക്കറി ഐറ്റംസും സ്നാക്സും കേക്ക്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനതൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം കഴിച്ചവർക്ക് മാത്രമേ അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഞാൻ എല്ലാ ഫുഡും ഒന്നും കഴിച്ചിട്ടില്ല. ഫ്രഞ്ച് ലോഡഡ് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ലൈമൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.